എൻ്റെ സർട്ടിഫിക്കറ്റിൽ ജാതിയില്ല. എൻ്റെ അച്ഛൻ ജാതിയിൽ വിശ്വസിക്കുന്നില്ല. ഓ ഗ്രേറ്റ്. ജാതിയുടെ അവിടെ ഒരു വര ഇങ്ങനെ വരച്ചു, കാസ്റ്റ് ബ്ലാങ്ക്, ഒരു നില്ലെന്ന് പോലുമല്ല, ചുമ്മാ ഒരു വര വരച്ചിരിക്കുകയാണ്. ഹെഡ് മാസ്റ്റർ വരച്ചതാണ് 10ാം ക്ലാസ്സിലാണല്ലേ SSLC സർട്ടിഫിക്കറ്റ് തയ്യാറാക്കുന്നത്. ഇത് കൊടുത്തു. ഞാൻ എൻജിനീയറിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ കുമാരപിള്ള കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ മുന്നോക്കക്കാരിൽ വരുമാനം കുറഞ്ഞവർക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കണം. എനിവേ ഞാൻ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു. അപ്പോൾ അതിൽ ജാതി എന്താണെന്ന് എഴുതണം. ഞാൻ ക്ലാർക്കിനോട് പറഞ്ഞു, അല്ല എനിക്ക് ജാതിയില്ല. പറഞ്ഞു അത് പറ്റില്ല, ഏത് ജാതിയാണെന്ന് അറിഞ്ഞാലേ സ്കോളർഷിപ്പ് തരാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പട്ടികജാതി പട്ടികവർഗത്തിൻ്റെയോ മറ്റ് പിന്നോക്ക വിഭാഗം OBC SC BC ഇതിൻ്റെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കി വരുന്നവർ ഫോർവേഡ് കാസ്റ്റാണല്ലോ. ആ കാസ്റ്റിനകത്തെ ഏത് കാസ്റ്റാണെന്ന് അറിഞ്ഞിട്ട് എന്ത് വേണം? ഏതായാലും ഇത് ഫോർവേഡാണ്, പിന്നെ ആരായാലും എന്താ. ക്ലാർക്ക് പറഞ്ഞു, നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ, പക്ഷേ സ്കോളർഷിപ്പ് കിട്ടില്ല കേട്ടോ. സാർ ഞാനിത് കിട്ടാതെ ചെയ്യും. അപ്പോൾ അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെ പഠിപ്പിക്കുന്നത്, അതും എനിക്കറിയാം. പറഞ്ഞു, പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ തഹസിൽദാർക്ക് അപേക്ഷ കൊടുക്കണം. തഹസിൽദാർ അത് എൻക്വയറിക്ക് വില്ലേജ് ഓഫീസർക്ക് അയക്കും. വില്ലേജ് ഓഫീസർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 4 വട്ടത്തുള്ള വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ഇവർ പണ്ടേ ഇന്ന ജാതിയാണെന്ന് എല്ലാവരോടൊക്കെ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ വില്ലേജ് ഓഫീസറുടെ ഫൈൻഡിങ്സ് ആയിട്ട് ഇവർ ഇന്ന ജാതിക്കാരായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുക്കും. അതിൻ്റെ ബേസിൽ തഹസിൽദാർ ജാതി സർട്ടിഫിക്കറ്റ് തരും. ഇതാണ് എൻ്റെ പ്രൊസീജിയർ. എത്ര ഓടിക്കാണും എൻ്റെ അച്ഛനും ആലോചിച്ചു. തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ പിന്നെ എന്താണെന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസർക്കും എൻ്റെ ആ പ്രദേശത്തുള്ളവർക്കും എല്ലാം ഞങ്ങളുടെ ജാതി അറിയാം. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ എൻക്വയറി എന്ന് പറഞ്ഞും വരാൻ പോയില്ല. വില്ലേജ് ഓഫീസർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ അയൽവക്കത്തുകാരെ 3-4 പേരെ വിളിച്ചുകൊണ്ട് ഇവിടെ വാ. അച്ഛനും വിളിച്ചുകൊണ്ട് ചെന്നു. ഇന്നതാണ് കാര്യമെന്നും പറഞ്ഞു, മകൻ്റെ ഇങ്ങനെയാണ് പെട്ടുപോയി ജാതി. അപ്പോൾ അതിലൊരാൾ തമാശയും പറയും, ജാതിയില്ല മതമില്ല നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കുടുങ്ങിയല്ലേ. ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർ 4 പേര് വന്നു. 4 പേര് വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ വന്നിട്ട് അവിടെ വെച്ച് ഒപ്പിട്ടു, ഇയാൾ ഇന്ന ജാതിയാണ് ഞങ്ങൾക്ക് അറിയാം, വർഷങ്ങളായിട്ട് ഇവർ ഞാൻ എഴുതി. അതും കൊണ്ട് അച്ഛൻ ഓടി തഹസിൽദാരുടെ അടുത്ത് പോയിട്ട് മകൻ്റെ പഠിത്തത്തിനാണ് സ്കോളർഷിപ്പിനാണ് ഒരു നമ്പരാനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. അതും കൊണ്ട് അച്ഛൻ ബസ് കയറി തിരുവനന്തപുരത്ത് വന്ന് എനിക്ക് തന്ന് അത് കൊണ്ടുപോയി ക്ലാർക്കിന് കൊടുത്തു. അപ്പോൾ ക്ലാർക്ക് പറഞ്ഞു, ഇവിടെ ശരിയായി, പ്രസംഗമൊന്നും കുറയ്ക്കേണ്ട കേട്ടോ, അത് നടക്കട്ടെ. ഇതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.